പുതിയ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ 15ാം കേരള നിയമസഭയുടെ 13ാം സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. മാർച്ച് 28 വരെ ആകെ 27 ദിവസമാണ് സഭാ സമ്മേളനം. ഉപതെരഞ്ഞെടുപ്പുകളിൽ സീറ്റുകൾ നിലനിർത്തിയത് ആത്മവിശ്വാസം നൽകുന്നുണ്ടെങ്കിലും പരസ്പരം പോരടിക്കാൻ ഇരു മുന്നണികൾക്കും വിഷയങ്ങൾ അനവധിയാണ്. നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരട് അംഗീകരിച്ച ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ തുടക്കത്തിൽ സർക്കാരുമായി ഏറ്റുമുട്ടലിനില്ലെന്ന സൂചന നൽകി കഴിഞ്ഞു. എന്നാൽ വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേന്ദ്ര സഹായം വൈകുന്നതിൽ ഉൾപ്പെടെയുള്ള വിമർശനങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ നയപ്രഖ്യാപനത്തിൽ ഉണ്ടെന്നാണ് വിവരം. സർവകലാശാലകളിൽ ചാൻസലർമാർക്ക് കൂടുതൽ അധികാരം നൽകുന്ന UGCയുടെ മാർഗനിർദ്ദേശം അടക്കമുള്ള കാര്യങ്ങളിൽ വിമർശനമുണ്ടെങ്കിൽ പുതിയ ഗവർണർ സ്വീകരിക്കുന്ന നിലപാട് ശ്രദ്ധേയമാകും. ജനുവരി 20, 21, 22 തീയതികളിൽ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ചർച്ച നടക്കും. ഫെബ്രുവരി 7-നാണ് ഈ വർഷത്തെ ബജറ്റ് അവതരണം. 10, 11, 12 തീയതികളിൽ ബജറ്റിനുമേലുള്ള പൊതുചർച്ച നടക്കും. വന നിയമ ഭേദഗതി പിൻവലിക്കൽ, പെരിയ കേസിലെ വിധി, ബ്രൂവറി അനുവദിക്കൽ തുടങ്ങിയവയാണ് സർക്കാരിനെതിരെ പ്രതിപക്ഷത്തിന്റെ ആയുധം. ഷാഫി പറമ്പിലിന് പകരമായുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സാന്നിധ്യവും സഭയിൽ ശ്രദ്ധിക്കപ്പെടും. വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യ ഉയർത്തി പ്രതിപക്ഷത്തെ പ്രതിരോധത്തിലാക്കാനായിരിക്കും ഇടതുമുന്നണിയുടെ നീക്കം. പ്രതിപക്ഷത്തോടും പിന്നീട് ഇടതുമുന്നണിയോടും പോരടിച്ച PV അൻവറിന്റെ രാജി നിയമസഭ എങ്ങനെ നോക്കിക്കാണുമെന്നുള്ളതാണ് ഈ സമ്മേളനത്തിന്റെ മറ്റൊരു സവിശേഷത. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.